ഞാൻ കൊടുത്തോളാം. സ്വാഭാവികമായും മറ്റേ ആളുടേത് കൂടി ഈ കൂട്ടുകാരനാണ് കൊടുക്കുന്നത്. പൈസ കൊടുക്കാത്ത ആൾ മനസ്സിൽ ഒരുപക്ഷെ വിചാരിച്ചിരിക്കാം, ഇന്നെനിക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു. നമ്മളത് അങ്ങനെയാണ് വിചാരിക്കുന്നത്, എനിക്ക് ഫുഡ് ഫ്രീ ആയിരുന്നു. പക്ഷേ സത്യത്തിൽ നമുക്കത് ഫ്രീ അല്ലല്ലോ. നമ്മൾ പൈസ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് ആ ഭക്ഷണം സൗജന്യമാണ്. ലോകത്തൊന്നും സൗജന്യമായിട്ടില്ല. നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ വേറൊരാൾ പൈസ കൊടുക്കുന്നുണ്ട്. മറ്റൊരാൾ അതിന്റെ പണം മുടക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തത് കൂട്ടുകാരനാണ്. എന്തുകൊണ്ടാണ് കൂട്ടുകാരൻ പണം കൊടുത്തത്? ആ കൂട്ടുകെട്ടിന്റെ വാല്യൂ ആണ് സത്യത്തിൽ അതിന്റെ വില. അങ്ങനെ ഒരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ ഒരു മാനുഷികമായ ബന്ധമോ ഇല്ലെങ്കിൽ ആരാണ് നമുക്ക് വേണ്ടി പണം മുടക്കുക? ആര് കൊടുക്കുകയാണെങ്കിലും, അത് സൗജന്യ വിദ്യാഭ്യാസം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുകയാണെങ്കിലും അടിസ്ഥാനപരമായി നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് സൗജന്യമായിട്ടൊന്നുമില്ല. നമ്മൾ പണം കൊടുക്കുന്നില്ലെങ്കിലും മറ്റൊരാൾ അതിനു വേണ്ടി പണം മുടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ് ഈ ചിന്ത നമുക്ക് തരുന്നത്. ഓക്സിജൻ ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്, വെള്ളം ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്, ഭക്ഷണം ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്. പലതും നമ്മളുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ അള്ളാഹു നൽകിയിരിക്കുന്ന നമ്മളുടെ ആന്തരിക അവയവങ്ങൾ, ഇതൊക്കെ അള്ളാഹു വെറുതെ തന്നതല്ലേ, വെറുതെ വർക്ക് ചെയ്യുന്നതല്ലേ. നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാവും, ഇനി ഒരിക്കൽ ഈ കൂട്ടുകാരനുമായിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കേണ്ടി വരുമല്ലോ, അന്ന് ഞാൻ തിരിച്ചു കൊടുക്കും, അന്ന് ഞാൻ കൊടുക്കും. കാരണം എന്താ? അന്നവൻ എനിക്ക് വേണ്ടി മുടക്കിയത് 1100 എന്നൊരു ബോധം എനിക്കുള്ളത് കൊണ്ട് അടുത്ത ടൈമിൽ എനിക്ക് 1100 അതിനോട് പിന്നെ ബാലൻസ്ഡ് ആയ ഒരു സംഖ്യ കൊടുത്താൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ സുഗമമായി താളത്തിൽ മുന്നോട്ട് പോകാം. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്? അളവ് അറിയുന്നുണ്ട്. അല്ലാഹു തന്ന നിഅമത്തിന്റെ അളവ് അറിയോ? അവിടെ പ്രശ്നം. അല്ലാഹു തന്ന നിഅമത്തിന്റെ അളവ് അറിയോ? അല്ലാഹു തന്ന നിഅമത്തിന്റെ അളവ് അറിയോ? വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. വഇൻ തഉദ്ദു, അവർ എണ്ണുകയാണെങ്കിൽ, നിങ്ങൾ എണ്ണുകയാണെങ്കിൽ, നിഅമത്തല്ലാഹ്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ ഒന്ന് എണ്ണി നോക്കിയാൽ ലാ തുഹ്സുഹ, നിങ്ങൾക്ക് എണ്ണിയിട്ട് അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റൂല. ഖുർആൻ ഫിക്സ് ചെയ്യാൻ പറ്റൂല. എന്തിന്? ഏതെങ്കിലും ഒന്ന് ഓക്സിജൻ ഇത്ര ക്വാണ്ടിറ്റിയിലാണ് റബ്ബ് എടുക്കുന്നത്. അളവ് അറിഞ്ഞാലല്ലേ ആ അളവിനനുസരിച്ച് നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ്ഡ് ആയിട്ട് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല, അശക്തരാണ്. എന്നിട്ടാണ് നമ്മൾ ധിക്കാരം പ്രവർത്തിക്കുന്നത്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. അളവറിഞ്ഞാലല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ.